അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ പതാക ഉയർത്തൽ കർമ്മം നടക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാ. GCC പെരുമ്പട്ട മേഖലയുടെ പ്രസിഡന്റ് ഇന്ന് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, നമ്മുടെ നാട് നമുക്ക് നൽകുന്ന നീതിബോധം, അത് നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ നിയമവ്യവസ്ഥ, നിയമപാലകർ ഇന്ന് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളക്കരയിൽ ഒട്ടും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇന്നലെ നമ്മളൊക്കെ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യം. അത് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സിറ്റിങ്ങിൽ ഇന്നലെ കുറ്റാരോപിതരായ DYFIയുടെ പ്രവർത്തകർ, നേതാക്കന്മാർ അവർ സംഭവിച്ചു പോയതിൽ ഖേദം പ്രകടിപ്പിക്കുകയും, നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും, മേലിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രവണത, ഇത്തരമൊരു പ്രവർത്തനം ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എവിടെയാണോ പതാക നാട്ടിയത് അതേ സ്ഥാനത്ത് ഇന്ന് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട SKSF വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട താജുദ്ദീൻ ദാരിമി ഉസ്താദ് അവർ പതാക ഉയർത്തുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ അത് ആരും തീരെഴുതി കൊടുത്തതല്ല. ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും, എല്ലാ മതസംഘടനകൾക്കും ഒരുപോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റൊരുത്തൻ്റെ അസ്തിത്വമോ മറ്റൊരുത്തൻ്റെ അവകാശമോ ഹനിക്കാതെ തന്നെ അവനവനുള്ള അവകാശങ്ങളും അസ്തിത്വവും നേടിയെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ചാണടക്കം എന്ന് പറയുന്ന സ്ഥലം പ്രത്യേകിച്ച് ഇവിടെ എല്ലാ വിഭാഗം, ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസൽമാനുണ്ട്, എല്ലാവരും, അതേപോലെ തന്നെ പാർട്ടി മുസ്ലിം ലീഗുകാരുണ്ട്, CPMകാരുണ്ട്, CPIക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, രാഷ്ട്രീയ ബന്ധങ്ങളില്ലാത്തവരുണ്ട്. പക്ഷേ എല്ലാവരും ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെ വളരെ സൗഹാർദ്ദത്തോട്, സമാധാനാന്തരീക്ഷത്തോട്, തോളൊരുമി കഴിയുന്ന ഒരു പ്രദേശത്താണ് ഇന്നലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് അതിന് ബന്ധപ്പെട്ടവർ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചതിനാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് സമാധാനമാണ്. ആ സമാധാനത്തിൻ്റെ പാത മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷമ യാചിച്ചവർക്ക് പൂർണ്ണമായ ക്ഷമ നൽകിക്കൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ പതാക ഇന്നിവിടെ ഉയർത്തപ്പെടുകയാണ്. ഏതായിരുന്നാലും നമ്മോട് സഹകരിച്ച, നമ്മൾ ഈ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച ഒരുപാട് മനുഷ്യസ്നേഹികളുണ്ട്, ദേശസ്നേഹികളുണ്ട്. എല്ലാവരോടും വളരെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം മേലിലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. രാഷ്ട്രീയ മേധാവട്ടെ, മതസംഘടനകൾ ഏതാവട്ടെ, നമ്മളെല്ലാവരും അവനവൻ്റെ സ്വാതന്ത്ര്യം വിട്ടു നൽകിക്കൊണ്ട് നമ്മൾക്ക് ഒത്തൊരുമയായിട്ട് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ അഖണ്ഡത, ഭദ്രത, സാഹോദര്യം, മതേതരത്വം സാധുസൂക്ഷിച്ച് മുന്നോട്ട് പോകണം. അതിന് അള്ളാഹു ജഗദീശ്വരൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഒന്നായി നമ്മുടെ നാടിന് വേണ്ടി നിലകൊള്ളണം എന്ന് മാത്രം ഇത്തരണത്തിൽ പറയുന്നുള്ളൂ. ഇത്രയും നമ്മോട് സഹകരിച്ച ഈ വിഷയത്തിൽ ഇടപെട്ട ഒരുപാട് ആളുകളുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. വളരെ പെട്ടെന്ന് എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ചതുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട് ആരാലും കളങ്കപ്പെടാൻ പാടില്ല, ആരാലും വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പ്രവണത ഉണ്ടായത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, SKSF ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഞങ്ങളെ ഉണർത്തിയതിന് ബന്ധപ്പെട്ടവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. മേലാൽ നമ്മുടെ നാട്ടിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾക്ക് യാതൊരുവിധ വഴിയും വെച്ചു കൊടുക്കാൻ ആരെയും അനുവദിക്കില്ല. ആരുടെയും സംഘടനാ പ്രവർത്തനത്തോ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങളൊരു മാർഗ തടസ്സവുമാവില്ല. നാടിൻ്റെ സമാധാനത്തിന്, സാഹോദര്യത്തിന് ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ടാവുമെന്ന് അത് SKSFൻ്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഞങ്ങളെ പഠിപ്പിച്ചവരുടെ പാഠമാണ്. ആ പാതയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്നലെ തന്നെ പ്രശ്നമുണ്ടായപ്പോൾ ബന്ധപ്പെട്ടവരെ ഏട്ട എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നു. ഇത്രയും കലുഷിതമായ ഒരു ചുറ്റുപാടിൽ ഏട്ട എന്ന് വിളിച്ചിട്ടാണ് ബന്ധപ്പെട്ടവരോട് നമ്മൾ അഭിസംബോധന ചെയ്തത്. ഇവിടെ മനസ്സിലാക്കണം, SKSFൻ്റെ സംസ്കാരം എന്താണെന്ന്, സമസ്ത പഠിപ്പിക്കുന്നത് എന്താണെന്ന് മാലോകർക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ ഖേദം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് നമ്മളൊക്കെ അതിൽ നിന്ന് പിന്മാറി ഇന്നലെ പതാക എവിടെയാണോ കെട്ടാൻ അനുവദിക്കാത്തത് അതേ സ്ഥാനത്ത് നിയമപാലകരുടെ പൂർണ്ണമായ സമ്മതത്തോടെ, ബന്ധപ്പെട്ട അധികാരികളുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടി അഭിവന്ദനായ താജുദ്ദീൻ ഉസ്താദ് ദാരിമി ഇവിടെ പതാക ഉയർത്തുകയാണ്. എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. നമ്മുടെ നാടിനെ നമ്മൾ ഒന്നായി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.
നമ്മുടെ നേതാക്കന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അല്പസമയത്തിനകം നമ്മുടെ വിമാനത്തിൻ്റെ കൊടി വാനിലേക്ക് ഉയരുകയാണ്. ഇൻഷാ അല്ലാ നമ്മളൊന്ന് നടത്താൻ വേണ്ടി സംസാരിക്കണോ? വേൾഡ് വൈഡിലാണ്. നമ്മളെ പരിപാടി ഇതാ ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാ പതാക ഉയർത്താൻ പോവുകയാണ്. വേണം പോ. റൗഫേ അങ്ങനല്ല, ഇങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. من شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا. سبح بحمد ربك واستغفره إنه كان توابا. آمين. اللهم بنعمتك العظمى صل على الحبيب محمد وآله وسلم. اللهم وصل وبلغ مثل ثواب ما قرأناه وما سلمناه إلى حضرة روح نبينا وشفيعنا وحبيبنا ومولانا محمد صلى الله عليه وسلم وإلى حضرات أرواح أهل الخير كلهم أجمعين. آمين. وإلى حضرة روح ولي الله والتقارة وإلى حضرة روح ولي الله كرمبكة وإلى حضرة روح ولي الله فلقارة وإلى حضرة روح ولي الله كرمبكة ووسيلتنا إلى الله شيخنا شمس العلماء قدس الله سره العزيز وسائر العلماء والسادات الكرام. آمين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. آمين. اللهم اغفر علينا من فيولاتهم. آمين. وأمدنا بمددهم وانصرنا بنصرتهم. آمين. بحمايتهم. آمين. واحفظنا بحفظهم. آمين. بالجلال والإكرام. آمين. اللهم بحقهم وبفضلهم وبقربهم لديك نسألك أن تبارك لنا في كل أمورنا خاصة فيما نحن فيه بركة تامة كما باركت على عبادك الصالحين. اللهم احفظنا واحفظ أهلنا من جميع البلاء والشرور. اللهم سلمنا وأهلنا من الآفات والآحات والمصيبات والهلكات والحكومات والمشقات والأمراض. اللهم قنا وأهلنا من سجن الساهر وعين عين وحسد حاسد وفتنة المسلم. اللهم افتح علينا فتحا قريبا. اللهم افتح علينا فتحا قريبا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا زينا بزينة الإيمان واجعلنا هداة مهتدين وادخلنا الفردوس بغير حساب برحمتك يا أرحم വീഡിയോ ക്ലിയർ ആണ്. ക്ലിയർ ഫോട്ടോ അല്ലേ? ഫോട്ടോ ക്ലിയർ ആണോ? ഫോട്ടോ
വളരെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ഇന്നലെ ചില നമുക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയുണ്ടായി. ആ അവസരം മുതൽ ഈ മഹത്തായ പതാക വാനിലേക്ക് ഈ പ്രദേശത്ത് ഉയർന്നു കാണാൻ കൊതിച്ച എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം നിറയുന്ന സമയമാണ്, മുഹൂർത്തമാണ്. ഇതിലൂടെ ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നതിലൂടെ SKSSF കാണുന്നത് സ്വന്തമായ നിലപാട് എടുക്കാൻ വളരെ സമയബന്ധിതമായി കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് നല്ല സൗഹൃദ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ SKSSFന് പക്വമായ നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന് അംഗീകരിക്കുന്നവരാണ് നമ്മളെല്ലാം എന്ന് ഒരിക്കൽ കൂടി സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു നിമിഷമാണ് ഇത്. നമുക്കറിയാം, ഈ പതാക ദിനം എന്നുള്ളത് ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട നായകൻ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ 30-ാം തീയതി തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ നടത്തുന്ന ഒരു വലിയ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രതികൂല സാഹചര്യത്തിൽ നടത്തുന്ന ഒരു യാത്രയാണ് മുന്നേറ്റ യാത്ര. അസ്തിത്വം, അവകാശം, യുവനിര വീണ്ടെടുക്കുന്നു എന്ന വളരെ കാലികമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരു യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഈ യാത്രയുടെ മുന്നോടിയായി ഓരോ നാടുകളിലും അതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു നമ്മുടെ പതാക ദിനം. ആ പതാക ദിനത്തിൻ്റെ അന്ന് നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇവിടെ വന്ന് പതാക ഉയർത്തി പോകുന്നതിനിടയിലായി ചില ആളുകൾ വന്ന് അത് അഴിപ്പിക്കാൻ ശ്രമിക്കുകയും ബലാത്കാരമായി നമ്മുടെ പ്രവർത്തകന്മാരെ കയ്യേറ്റം നടത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അത് സോഷ്യൽ മീഡിയ വഴി ലോകമെമ്പാടും പടർന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഉടനെ തന്നെ നിയമപാലകരുമായി ബന്ധപ്പെട്ടു. SKSFനെ സംബന്ധിച്ചിടത്തോളം കയ്യൂക്ക് കാട്ടുന്നവനോട് കയ്യൂക്ക് കാട്ടി സംസാരിക്കാനും കയ്യൂക്ക് കാട്ടാനും അറിയാത്തവരല്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. പക്ഷേ ഈ നാട്ടിൽ ഒരു ഭരണ സംവിധാനമുണ്ട്. ഈ നാട്ടിൽ ഒരു നിയമപാലകരുടെ ഒരു സംവിധാനമുണ്ട്. നമ്മൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വഴിയിലൂടെ നീങ്ങുക എന്നുള്ള ഒന്നാമത്തെ കടമ്പ കടക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്തത്. നിയമപാലകരെ ഈ വിഷയം അറിയിച്ചു. പോലീസുകാർ വളരെ മാന്യമായി എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ ചീമേനിയിലെ പോലീസുകാർ കാണിച്ച ആ തിടുക്കം, അവരുടെ ആ ഊഷ്മളമായിട്ടുള്ള ആ സമീപനം എടുത്തു പറയേണ്ട ഒന്നാണ്. അവരുടെ എല്ലാവരുടെയും ഒത്താശയോട് കൂടിയാണ് ഇന്നിവിടെ നമ്മൾ ഒരുമിച്ച് കൂടുകയും ഈ നമ്മുടെ നെഞ്ചിലെ
ഈ വികാരമായ നമ്മുടെ പതാക ഇവിടെ ഉയർത്താൻ നമുക്ക് സാധിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കലും ഈ പതാക താഴാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് സർവശക്തനായ സർവാധിപനായ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ മുന്നേറ്റ യാത്ര സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ ചാനലുകളിലുമൊക്കെ ചർച്ചയാവാൻ ഈ ഒരു സംഭവം ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ട ഈ സംഭവത്തിന് നേതൃത്വം നൽകിയവരോട് ഒരു അർത്ഥത്തിൽ നമുക്ക് കടപ്പാടാണ് അവരോടുള്ളത്. കാരണം നമ്മുടെ യാത്രയും നമ്മുടെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യാത്രയുടെ മുന്നോടിയായി നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ യാത്രക്ക് വലിയ മുതൽക്കൂട്ടും പ്രവർത്തകന്മാരിൽ വലിയ ആവേശവും ഉണ്ടാക്കും. ഇവിടെയൊക്കെ നമ്മൾ പക്വമായിട്ടാണ് കൈകാര്യം ചെയ്തത്. അതാണ് ഇന്ന് നിയമപാലകരും അതുപോലെ തന്നെ എതിർ വിഭാഗത്തിൽ നിന്ന് വന്ന നേതാക്കളടക്കം നമ്മുടെ പ്രിയപ്പെട്ട ജാബിർ ഹുദവിയുടെയും ഇവിടുത്തെ SKSFന്റെ പ്രവർത്തകന്മാരുടെയും പക്വമായ നിലപാട് പ്രശംസിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതാണ് SKSF ഒരു നാട്ടിൽ ഉണ്ടായാൽ അതിൻ്റെ നേട്ടം അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കലല്ല, ഉള്ള കുഴപ്പങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ തത്വം. ആ ഒരു അടിസ്ഥാനത്തിലാണ് കയ്യാങ്കളിയിലേക്ക് പോകാതെ പരസ്പരം നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ വളരെ രമ്യമായിട്ട് ഇവിടെ നമ്മൾ പ്രശ്നം പരിഹരിക്കുകയാണ് ഉണ്ടായത്. ഇവിടുത്തെ നമുക്കറിയാം നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ഷമാപണം നടത്തി. അതുപോലെ തന്നെ ആ പ്രവർത്തനത്തിൻ്റെ മുന്നിൽ വന്ന രണ്ടുപേരും നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് ക്ഷമാപണം നടത്തി. അവർ ക്ഷമാപണം നടത്തുകയും ഇവിടെ കൊടി നാട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും നിയമപാലകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കുന്നത് വരെ ഹിദുമത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നിങ്ങളെല്ലാവരും നാട്ടിൻ്റെ ഐക്യവും നാട്ടിൻ്റെ ഒരുമയും നാട്ടിൻ്റെ സ്നേഹവും എല്ലാ മതവിഭാഗങ്ങളും എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളുമായി വളരെ നന്നായി സ്നേഹത്തോടു കൂടി പെരുമാറുന്ന അവസ്ഥ തുടർന്നും ഉണ്ടാവണം. ഇവിടെ മുമ്പ് അങ്ങനെയാണ് ഉണ്ടായത്, തുടർന്നും അതുണ്ടാവണം. ഒരു വളരെ വേദനാജനകമായ ഇന്നലത്തെ സംഭവം ഒഴിച്ചാൽ വളരെ നല്ല അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് നിലനിർത്തി കൊണ്ടുപോകാൻ എല്ലാവരുടെ ഭാഗത്തുനിന്നും എല്ലാവിധത്തിലുമുള്ള പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാട്ടിൽ മലയോര പ്രദേശത്തിൻ്റെ ഒരു വലിയ കേന്ദ്രം എന്ന നിലയിൽ ഒരു ഇസ്ലാമിക് സെൻറ്റർ, ഒരു സമസ്താലയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമത്താൽ ഉണ്ടാവണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇതുപോലുള്ള പല പ്രശ്നങ്ങളും പല നാടുകളിൽ നടക്കുമ്പോൾ അവിടെയൊക്കെ ഔലിയാക്കന്മാരുടെ സഹായമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ഔലിയാക്കന്മാരുടെ സഹായം തന്നെയാണ് നമ്മുടെ ഈ വിജയത്തിൻ്റെയും കാരണം. നമ്മൾ ആത്മീയമായി ശൈഖുനാ ശംസുൽ ഉലമ നമ്മളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് എടുത്തു പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൈമൈ മറന്നുകൊണ്ട് അഹമഹിമയ മുന്നോട്ട് വന്നുകൊണ്ട് സമസ്തയുടെ ഒരു ആസ്ഥാനം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഈ വളരെ നല്ല നിലയിലായിരിക്കണം നമ്മുടെ നാട്ടിൻ്റെ അന്തരീക്ഷം കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. എല്ലാവരും മുന്നേറ്റ യാത്രയിൽ ഇന്ന് കിട്ടിയ ഊർജവും ആവേശവും ഉപയോഗപ്പെടുത്തി ഇനിയുള്ള നാളുകളിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം. വാഹ്റു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി കാസർഗോഡ് ജില്ലാ SKSFന്റെ ജോയിന്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട സുബൈർ ദാരിമി ഉസ്താദിനെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. വളരെ നന്നായി കാര്യങ്ങളൊക്കെ നമ്മുടെ താജുദ്ദീൻ ദാരിമി ഉസ്താദ് വിശദമായി പറഞ്ഞിരിക്കുകയാണ്. ഈ കിട്ടിയ ഊർജം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഉണ്ടാവുകയും ഇൻഷാ അല്ലാഹ് ജനുവരി 10-ാം തീയതിയാണ് നമ്മുടെ ഈ പതാക ദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് മുന്നേറ്റ യാത്രയുടെ പ്രചരണമാണ്. ജനുവരി 10-ാം തീയതിയാണ് നമ്മുടെ ജില്ലയിലേക്ക് കടക്കുന്നത് മുന്നേറ്റ യാത്ര. അതിൽ പെരുമ്പട്ടയും തൃക്കരിപ്പൂര് മേഖലയും സംയുക്തമായുള്ള സ്വീകരണമാണ് തൃക്കരിപ്പൂര് വെച്ച് നടക്കുക. ജനുവരി 10-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക്. അതിൽ എല്ലാവരുടെ സാന്നിധ്യവും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പെരുമ്പട്ട മേഖല GCCയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അസ്റഫ് സാഹിബ് രണ്ടു വാക്ക് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട താജുദ്ദീൻ ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ നമ്മളേറെ അഭിമാന നിമിഷത്തിലാണുള്ളത്. ഇത്തരണത്തിൽ പറയാനുള്ളത് നമ്മുടെ നാടിൻ്റെ സമാധാന അന്തരീക്ഷം അത് നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണം. എന്തു തന്നെ വികാരപരമായ പെരുമാറ്റം ആരുടെ ഭാഗത്തുനിന്നും നമുക്ക് നേരെ ഉണ്ടായിക്കഴിഞ്ഞാലും
നമ്മുടെ നാടിൻ്റെ ഭരണഘടന, നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പ്, നമ്മുടെ നാടിൻ്റെ നിയമവ്യവസ്ഥ അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അസ്തിത്വം, നമ്മുടെ അവകാശം ആരുടെ മുമ്പിലും പണയം വെക്കാതെ മറ്റൊരാളുടെ അവകാശങ്ങൾ ഒരു കടുകുമണിയോളം നാം കവരാതെ നാം മുന്നോട്ട് പോകണം. സർവോപരി നമ്മുടെ നാട്ടിൽ നാനാജാതി മനുഷ്യരുണ്ട്, നമ്മൾ മനുഷ്യരാണ്. ആ സാഹോദര്യ ബന്ധം, ആ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാവണം നമ്മുടെ പ്രവർത്തനങ്ങൾ. SKSSFൻ്റെ ഇന്നലെ ഇവിടെ നടന്ന ആ സംഭവങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ സാഹോദര്യം എന്താണെന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട ജാബിർ ഹുദവിയൊക്കെ ഇവിടെ പിടിച്ച് ഇവരെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പം പറഞ്ഞ് സ്നേഹമുള്ള രാധാകൃഷ്ണേട്ട സ്നേഹത്തോടെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം SKSSFൻ്റെ സംസ്കാരം എന്തെന്ന്. ആരോ എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് മൂലമാണ് ഇന്നലെ പ്രശ്നമുണ്ടായത് എന്നാണ് മനസ്സിലാക്കിയത്. ഒരു സമൂഹത്തിനിടയ്ക്ക്, ഒരു നാടിനിടയ്ക്ക് ഒരു തീപ്പൊരി മതി അവിടെ മൊത്തം കത്തിച്ചാമ്പലാവാൻ. അതുകൊണ്ട് ഇത്തരം കുബുദ്ധികൾ, പ്രശ്നങ്ങൾ ഏത് നാട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം കാണുക, നിങ്ങൾ ഈ നാടിനെയാണ് നശിപ്പിക്കുന്നത്, ഒരു രാജ്യത്തെയാണ് നശിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നാളിതുവരെ നാം കൊണ്ടു നടന്നതുപോലെ നമ്മുടെ സാഹോദര്യ ബന്ധത്തെ, നമ്മുടെ ഐക്യരൂപത്തെ, നമ്മുടെ നാടിൻ്റെ അഖണ്ഡതയെ നാം ഇതുപോലെ മുന്നോട്ട് പോകണം. അതോടൊപ്പം ഉറങ്ങിക്കിടന്ന ഞങ്ങളെ ഉണർത്തിയതിന് നിങ്ങളോട് ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ നായകൻ നയിക്കുന്ന യാത്രയിൽ പ്രതിഫലിച്ചു കാണും. അതുകൊണ്ട് നാടിൻ്റെ നന്മക്കാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും. അതിനാവട്ടെ നമ്മുടെ ഈ കൂടലും ഈ പിരിയലും ഒക്കെ ഇതൊക്കെ ഒരു നിമിത്തമാണ് നാടിൻ്റെ നന്മയ്ക്ക്. ഇന്നലെ വരെ എങ്ങനെയാണോ ഈ ചാനടക്കം ഉണ്ടായത്, ഇനി ഈ ചാനടക്കം ആ രൂപത്തിലായിരിക്കില്ല. അതിലും ഉപരി വളരെ ഐക്യത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി അവനവൻ്റെ പതാകകൾ, അവനവൻ്റെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. ജഗദീശ്വര് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടിന് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ അവർ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ ചാനടക്കത്തെ നാട്ടുകാർ, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നവർ, നമ്മൾ നമ്മുടെ നാടിൻ്റെ ഭദ്രത എന്നും മുതൽക്കൂട്ടായി കാണണം, നമ്മുടെ സാഹോദര്യ ബന്ധത്തെ എന്നും മുതൽക്കൂട്ടായി കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര നമ്മളെല്ലാവരും കൂടി വിജയിപ്പിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കാസർഗോഡ് ജില്ലാ മുൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയും നിലവിൽ GCC കമ്മിറ്റിയുടെ മേഖല സീനിയർ വൈസ് പ്രസിഡന്റുമായ സമീർ മൗലവി രണ്ട് വാക്ക് സംസാരിക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പ്രിയങ്കരനായ SKSSFൻ്റെ സംസ്ഥാന നേതാവ് താജുദ്ദീൻ ദാരിമി ഉസ്താദ്, ജില്ലാ നേതാവ് യൂനസ് ഫൈസി, സുബൈർ ദാരിമി പടന്ന മറ്റു മേഖലയുടെയും SKSSFൻ്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരും ഐക്യത്തോടുകൂടി, നമുക്കറിയാം നമ്മുടെ രാജ്യം മതേതരത്വത്തിൻ്റെ രാജ്യമാണ്. ഇവിടെ എല്ലാ മതങ്ങൾക്കും അവരുടെ മതങ്ങളനുസരിച്ച് കൊണ്ട് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ചാനടക്കം എന്ന് പറയുന്ന ഈ ദേശത്ത് ഇനിയും എല്ലാവരും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഇത്തരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തത് SVSൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ഈ സ്ഥലത്തെ സംസ്ഥയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിനെ വളരെ ആഗ്രഹം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടിയതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമുക്ക് ഇത്തരത്തിൽ ഒരു ഊർജം നൽകിയതിന് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് കയ്യൂർ ചീമേനി പഞ്ചായത്തിൻ്റെ SYSൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്ര വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സംഗമം സമാപിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ പൊതുസമൂഹത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ബഹുമാനപ്പെട്ട ജാബിർ ഹുദവി ഉസ്താദ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ പതാക അയക്കാൻ വന്നവരോട് പോലും വളരെ നല്ല മാന്യതയോടുകൂടി പെരുമാറാൻ നമ്മൾക്കൊക്കെ മാതൃക കാട്ടിയ ബഹുമാനപ്പെട്ട ജാബിർ ഉസ്താദ് ഈ സംഗമത്തിന് നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ബഹുമാനനായ താജുദ്ദീൻ ദാരിമി ഉസ്താദ്, ജില്ലയുടെ അഭിമന്യരായ നേതാക്കളെ, മേഖലയുടെയും മറ്റ് GCCയുടെയൊക്കെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എന്താണ് സമസ്ത എന്നും എന്താണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്നും വളരെ വ്യക്തമായി ലോകത്തിന് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനുമുള്ളൊരവസരമാണ് നമ്മുടെ മുമ്പിൽ അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നത്. അത് നല്ല രീതിയിലുള്ള ഒരു സമാപനത്തിലേക്ക്, ഒരു സമാപ്തിയിലേക്കാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്.
ഏതായാലും പല ആളുകളും ഇന്നലെയും ഇന്നൊക്കെയായിട്ട് സമസ്തയെ സ്നേഹിക്കുന്ന, ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി അവരുടെ വികാരങ്ങളും അവരുടെ അവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മോട് പ്രകടിപ്പിച്ചുകൊണ്ട് നിരന്തരമായിട്ട് മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തായാലും അതിനു വേണ്ടിയിട്ട് നിയമ നടപടി എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബഹുമാന്യരായ പ്രവർത്തകരൊക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ ബഹുമാന്യരായ നേതാക്കൾ താജുദ്ദീൻ ദാരിമി ഉസ്താദ് ഇന്നലെയും ഇന്നുമൊക്കെ സജീവമായിട്ട് നമ്മുടെ കൂടെ തന്നെ നിന്ന് സ്റ്റേറ്റ് സമിതിയുടെ എന്താണോ തീരുമാനം അതിനനുസരിച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുകയും എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളത് ഒരിക്കലും നമുക്ക് വ്യക്തിപരമായിട്ട് പ്രശ്നമേ അല്ല. എല്ലാ നിലയിലും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നിലപാട് എന്താണോ, നമ്മുടെ ബഹുമാന്യരായ നേതാക്കൾ നമ്മോട് എന്താണോ പറയുന്നത് അത് അക്ഷരം പ്രതി അംഗീകരിക്കുക എന്നതാണ് മഹാനായ ഷേഖുന ശംസുൽ ഉലമയുടെയും മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദ ആ മഹാരഥന്മാർ കാണിച്ചു തന്ന പാത. ഇന്ന് നമ്മുടെ സയ്യിദുൽ ഉലമയും ആലിക്കുട്ടി ഉസ്താദും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പാതയുണ്ട്. ആ പാതയിൽ തന്നെയാണ് നാം ഏവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സമാധാനാന്തരീക്ഷത്തിൽ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ പ്രസ്ഥാനത്തിന് ഇനിയും തുടർന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും കേരളത്തിലെ ബഹുജനത ഒരുക്കി നൽകുമെന്നാണ് ഇന്നത്തെ സാഹചര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായിട്ട് സഹകരിച്ചിട്ടുള്ള ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുണ്ട്. അവസാനമായിട്ട് ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ വളരെ കൃത്യമായിട്ട് അവർ ഖേദം പ്രകടിപ്പിക്കുകയും ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് നമ്മുടെ ബഹുമാന്യരായ നേതാക്കൾക്ക് ഉറപ്പ് നൽകിയതും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നാട്ടിൽ സമാധാനാന്തരീക്ഷം എന്നും നിലനിർത്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല മരണം അള്ളാഹു ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് അങ്ങനെയുള്ള നല്ല ആക്കിബത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ നിലയിലും സഹകരിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്നലെ രാവിലെ ഈ ഒരു സംഭവം ഉണ്ടായത് മുതൽ ഇതിൻ്റെ പിന്നാലെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള, എല്ലാ നിലയിലും ഇതിൻ്റെ വിഷമം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ, എത്ര അഭിനന്ദിച്ചാലും മതി വരികയില്ല. അവരൊക്കെ അള്ളാഹു എല്ലാ നിലയിലും സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് 3 സലാത്തോടുകൂടി ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ സംഗമം. അതോടൊപ്പം ഒരു കാര്യം കൂടി അറിയിക്കാനുള്ളത്, ഇന്ന് 4-5 നമ്മുടെ സൈബർ വിങ്ങിൻ്റെയും അതുപോലെ സമസ്ത സർക്കിൾ വേൾഡ് വൈഡ് സമസ്തയൊക്കെയുള്ള ഗ്രൂപ്പ് തുടങ്ങി 5000-ത്തിലധികം ആളുകളാണ് ലൈവായിട്ട് നമ്മുടെ പ്രോഗ്രാമിന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന സന്തോഷം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കാണ്. ഏതായാലും നമ്മുടെ ഓരോ പ്രവർത്തനവും അതിൻ്റെ ഫലം കണ്ടിട്ടുണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ്. 3 സലാത്തോടു കൂടി നമ്മൾ പിരിയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി. എല്ലാവരും പിരിയാട്ടോ. ഫിനിഷ് അടിച്ചിട്ട് ഷെയർ കിട്ടോ.